വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ ഒരു അതിഥിയായിട്ടല്ല വന്നിരിക്കുന്നത്, ഒരു ഡബിങ് ആർട്ടിസ്റ്റുമായിട്ടും അല്ല, ഒരു സുഹൃത്തായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം ഞങ്ങൾ തമ്മിലുള്ളൊരു സിനിമ സൗഹൃദം എന്ന് പറയുന്നത് കമൽ സാർ സഹസംവിധായകനായി ജോലി ചെയ്ത കാലം മുതലേ ഉള്ള ഒരു സൗഹൃദമാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ത്രാസം സിനിമയുടെ പടിയൻ സാർ സംവിധാനം ചെയ്ത, അതിൽ ഞാനൊരു ചെറിയ ക്യാരക്ടർ എന്തോ ഡബ് ചെയ്യാൻ പോയിരുന്നു. അങ്ങനെയാണ് ഞാൻ അന്ന് എൻ്റെ ഡബിങ് ഒക്കെ ഇങ്ങനെ തുടങ്ങി വരുന്നേ ഉള്ളൂ. ആ കാലഘട്ടത്തിലാണ് പരിചയപ്പെടുന്നത്. പിന്നീട് അത് കഴിഞ്ഞ് പി എൻ മേനോൻ സാറിൻ്റെ കൂടെ അദ്ദേഹം വർക്ക് ചെയ്തു, സേതുമാധവൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തു. അപ്പോഴൊക്കെ ഞാൻ എല്ലാ സിനിമകളും ഞാൻ ഡബ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മള് ബാല്യം, കൗമാരം, യൗവനം, ഈ കാലഘട്ടമെല്ലാം നേരത്തെ സിബി മലയിൽ സാർ പറഞ്ഞതുപോലെ കോടമ്പക്കം എന്ന് പറയുന്ന ആ ഒരു നഗരം ഞങ്ങളുടെയൊക്കെ ഒരു ഇമോഷനാണ്. ഞങ്ങൾക്ക് മറക്കാനാവാത്ത, ഞങ്ങളെ വളർത്തിയ ഒരു നഗരമാണ് ഈ കോടമ്പക്കം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം അന്ന് കാണുന്ന അതേ സ്നേഹം തന്നെയാണ് ഇപ്പോഴും തമ്മിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നത്. അപ്പൊ ആ ഒരു സൗഹൃദമാണ് എന്നെ സംബന്ധിച്ച്. എനിക്ക് തോന്നുന്നു കമൽ സാർ ആദ്യം സംവിധാനം ചെയ്ത മിഴിനീർ പൂവുകൾ പിന്നീട് ഞാനാണ് മുർഷിക്ക് ഡബ് ചെയ്തത്. അപ്പൊ അദ്ദേഹത്തിന്റെ അവിടെ നിന്നുകൊണ്ട് ഏകദേശം 18-19 സിനിമകൾക്ക് ഞാൻ ശബ്ദം നൽകി. അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല സിനിമകൾക്കെല്ലാം തന്നെ ശബ്ദം നൽകാനുള്ളൊരു ഭാഗ്യവും കൂടി എനിക്ക് കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം. മധുര നൊമ്പരക്കാറ്റ്, ഗസൽ, ഉള്ളടക്കം, അയാൾ കഥ എഴുതുകയാണ്, ഇങ്ങനെ ഒരുപാട് സിനിമ, മഴയെത്തും മുൻപേ, ഇങ്ങനെ മേഘമൽഹ, ഇതെല്ലാം ആസ്വദിച്ച്, എന്ന് വെച്ചാൽ ഒരു സൗഹൃദത്തോടു കൂടിയാണ് ഇതെല്ലാം ഡബ് ചെയ്യിപ്പിക്കുന്നത്. ഞങ്ങൾ കുറച്ചെങ്കിലും ഒരു കുറച്ച് സമയം എടുത്തു, അല്ലെങ്കിൽ അതൃപ്തിയോടുകൂടി എന്നോട് സംസാരിക്കല്ല, ഇതൊക്കെ ശരിയാവുന്നില്ലല്ലോ ഭാഗ്യലക്ഷ്മി എന്ന് പറഞ്ഞത് അയാൾ കഥ എഴുതുകയാണ് ഡബിങ് സമയത്തായിരുന്നു. ഒരുപാട് സമയം എടുത്തു. അത് ആ കഥാപാത്രത്തിന്റെ കുഴപ്പമാണോ, നടിയുടെ കുഴപ്പമാണോ, എന്റെ കുഴപ്പമാണോ ഒന്നും അറിഞ്ഞുകൂടാതെ പറഞ്ഞത് തന്നെ വീണ്ടും പറഞ്ഞത് അവരുടെ ഒരു 2 ട്രാൻസ്ഫോർമേഷൻ ആ ക്യാരക്ടറിനുണ്ടല്ലോ. ആ ക്യാരക്ടർ ഒരു പിടികിട്ടായും പിന്നെ ഞാൻ ഡബ് ചെയ്യുമ്പോൾ കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ട് വരുന്നത് ഇങ്ങനെ, അത് എനിക്കിപ്പോഴും ഒരു സുജാത ഡബിങ് തിയേറ്ററിലായിരുന്നു നമ്മളത് ഡബ് ചെയ്തത്. അവിടെ ഞാൻ കുറെ കഴിയുമ്പോൾ എനിക്ക് വയ്യ എന്ന് ഞാൻ പറയും. കമൽ സാർ ഒരു വഴിക്ക് ഇറങ്ങിപ്പോ ഞാൻ അവിടെ പോയിരുന്ന് കണ്ണൊക്കെ നിറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. ആ ഒരു സിനിമ മാത്രമായിരുന്നു ഒരല്പം ഞങ്ങൾ തമ്മിലൊരു എന്തോ ഒരു ശരിയാവുന്നില്ലല്ലോ എന്നുള്ളൊരു അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മള് മേഘമൽഹാറും ഇതൊക്കെ ചെയ്യുന്നത് അല്ലേ. അവിടെയൊക്കെ എത്തുമ്പോൾ ഞാൻ വളരെ കംഫർട്ടബിൾ ആയിരുന്നു. അതുപോലെ മഴയത്ത് മുൻപേ എനിക്ക് മറക്കാൻ പറ്റാത്ത, എനിക്ക് ഇത്രയധികം മനോഹരമായ കഥാപാത്രങ്ങൾ ചെയ്യാൻ ഒരു അവസരം തന്നൊരു സംവിധായകൻ കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരുപാട് സിനിമകളിൽ ഒരുപാട് ഡബിങ് ആർട്ടിസ്റ്റുകൾ ഡബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എന്നെ ഒരു ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ടേ അല്ല അദ്ദേഹം എന്നും കാണുന്നത്. ഇപ്പൊ ഞാൻ എന്തെങ്കിലും വിവാദങ്ങളിൽ പെടുമ്പോഴും ആദ്യം എന്നെ വിളിക്കുന്നത് അദ്ദേഹമായിരിക്കും. അദ്ദേഹം വിളിച്ച് അത് ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ, ഞാൻ തെറ്റാണ് ചെയ്തതെങ്കിലും അതിന്റെ ഒപ്പം നിൽക്കും. സാരല്ല ഭാഗ്യലക്ഷ്മിയുടെ ശരിയല്ലേ ഭാഗ്യലക്ഷ്മി ചെയ്യുന്നത്. ആ ഒരു സൗഹൃദത്തിന്റെ പേരിലാണ് ഞാൻ ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന സിബി മലയിൽ സാറിന്റെ 3ാമത്തെ സിനിമയായിരുന്നു ദൂരെ പോകാം. അത് ഞാൻ ഡബ് ചെയ്ത സിനിമയാണ്. പിന്നെ സിബി സാറിന്റെ കുറേയധികം സിനിമകൾ ഡബ് ചെയ്തിട്ടുണ്ട്. എങ്കിലും കമൽ സാറിന്റെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ സിനിമകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ വലിയൊരു ഭാഗം സിനിമകൾക്ക് എനിക്ക് ശബ്ദം നൽകാൻ സാധിച്ചു. അദ്ദേഹത്തിന്റെ സെല്ലുലോയിഡ് എന്ന് പറയുന്ന സിനിമയിൽ ആ സിനിമയുടെ അവസാനത്തെ ക്ലൈമാക്സ് സീനിൽ ഒന്ന് അവിടെ ഫ്രണ്ടിൽ വന്നിരിക്കുമോ എന്നൊക്കെ ചോദിച്ചു കമൽ സാറിന് വേണ്ടി അവിടെ പോയി
ഇപ്പോഴും ഭാഗ്യലക്ഷ്മി അഭിനയിച്ച സിനിമകൾ എന്ന് പറഞ്ഞ് വിക്കിപീഡിയയിൽ ആ സിനിമയും കൂടി കിടക്കുന്നുണ്ട്. ഞാൻ ഒരു ഓഡിയൻസായിട്ട് അവിടെ ഇരുന്നതാണ്. അത്രമാത്രം ഒരു ആത്മാർത്ഥ ബന്ധം, ഒരു സൗഹൃദം ഞങ്ങൾ തമ്മിലുണ്ട്. തീർച്ചയായിട്ടും ഇനിയും അദ്ദേഹത്തിന്റെ നല്ല സിനിമകൾ, അതായത് സിനിമയെ വളരെ ഗൗരവമായി കാണുകയും, നേരത്തെ ആഷിഖ് പറഞ്ഞില്ല, സൗഹൃദം, അദ്ദേഹം അതിനൊരു വലിയ വാല്യൂ കൊടുക്കുന്നുണ്ട് എന്നുള്ള അത് തന്നെയാണ്. ഇവർക്കൊക്കെ പറയാൻ ഒരുപാട് ഉണ്ടാവും. കമൽ സാറിന്റെ ഷൂട്ടിംഗ് സമയത്തുള്ള സൗഹൃദപരമായ സമീപനങ്ങൾ എല്ലാം കാണുമ്പോൾ തീർച്ചയായിട്ടും ആ അദ്ദേഹത്തിന് ഇനിയും മലയാള സിനിമയിൽ, മലയാള സിനിമ ഒരുപാട് മാറി എന്ന് നമ്മളെല്ലാവരും പറയുമ്പോഴും ഇപ്പോഴും സുബി മലയിൽ സാറിന്റെയോ കമൽ സാറിന്റെയോ ഒക്കെ സിനിമകൾ, സത്യനന്ദിക്കാട് സാറിന്റെ ഒക്കെ സിനിമകൾ വരാൻ വേണ്ടി പ്രേക്ഷകർ കാത്തിരിക്കുന്നുണ്ട്. അത് തന്നെയാണ് അവർ ഈ സിനിമയിൽ ഉണ്ടാക്കി വെച്ച ഏറ്റവും വലിയ പ്രതീക്ഷകളും നന്മകളും എന്ന് വേണമെങ്കിൽ പറയാം. ഞാനും അദ്ദേഹത്തിന്റെ അടുത്തൊരു നല്ല സിനിമ വരും എന്ന് ആശംസിച്ചുകൊണ്ട്, ഒപ്പം അതിനുവേണ്ടി ആഗ്രഹിക്കുകയും കൂടെ ചെയ്യുന്നു. മഞ്ജു പറഞ്ഞതുപോലെ എല്ലാവിധ അനുഗ്രഹങ്ങളും അതിനുവേണ്ടി ഈശ്വരൻ ആരോഗ്യവും എല്ലാം അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ. ഇനിയും മികച്ച സിനിമകൾ മലയാള സിനിമയ്ക്ക് ചെയ്തു തരാനുള്ള ശക്തി അദ്ദേഹത്തിന്, അദ്ദേഹത്തിന്റെ കഴിവൊട്ടും തന്നെ അദ്ദേഹത്തിനോട് സംസാരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. ഒന്നും എല്ലാ കാലവും അദ്ദേഹം ലുക്ക് വൈസ് ഒരുപോലെയാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ക്രിയേറ്റിവിറ്റി. ഒരു തരത്തിലും അന്നത്തെ കാലത്തുണ്ടായിരുന്ന പല സംവിധായകരെയും കാണാതെ പോകുന്നത് പലപ്പോഴും കാലത്തിനനുസരിച്ച് മാറാൻ സാധിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ കമൽ സാർ കാലത്തിനനുസരിച്ച് ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് സിനിമകൾ എടുത്തുകൊണ്ടേയിരിക്കും. ഇനിയും നല്ല സിനിമകൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.